നമസ്കാരം അബ്ദുള്ള സാർ, കേൾക്കാമോ? താങ്കളുടെ ശബ്ദമായതുകൊണ്ട് വേഗം കേൾക്കുന്നുണ്ട്, നന്നായി കേൾക്കുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇവരിതിനെ കണ്ടു ക്രൂവിന്റെ സംസാരം അത്ര ക്ലിയർ അല്ല. അല്ല, അത് ഈ യന്ത്രങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ പ്രവർത്തിക്കില്ല. അപ്പൊ അത് ഇതിന്റെ ആൾക്കാർ നോക്കിക്കോട്ടെ. ഞാൻ ഇന്ന് വിചാരിച്ചത് ഞാൻ ഈ ലോക്സഭയിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നു. അവിടെയെങ്കിലും അംഗങ്ങൾ മര്യാദ പാലിക്കും എന്ന് വിചാരിച്ചു. അതുപോലും കാണിക്കുന്നില്ല. സത്യപ്രതിജ്ഞ പൊതുവെ പവിത്രമായ ഒരു ചടങ്ങാണ്. അത് എന്താണ് അവിടെ പറയേണ്ടതെന്ന് എഴുതി തയ്യാറാക്കി ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പോ അതിനു ശേഷമോ വേറെ ചില വാക്കുകൾ ചേർക്കുന്നത് ഒരു മര്യാദയല്ല. അതാണ് സ്പീക്കർ അത് എക്സ്പെൻഡ് ചെയ്ത് കളഞ്ഞത്. അപ്പോ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ അസദുദ്ദീൻ ഒവൈസിയാണ് തുടങ്ങിയത്. ജയ് ഭീം, ജയ് മീം, ജയ് ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഉടനെ തൊട്ട് പിന്നാലെ വന്നവര് ജയ് ഹിന്ദു രാഷ്ട്ര, ഇത് ജയ് മോദി, ജയ് കലൈഞ്ചർ കരുണാനിധി എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴിലുള്ളവര് കുറെ അധികം നീട്ടിക്കൊണ്ടുപോയി. എല്ലാം കൂടെ ഒരു അലങ്കോലമായി. ഞാനപ്പോ ഈ രാജ്യസഭയിൽ ഇടയ്ക്കിടയ്ക്ക് സത്യപ്രതിജ്ഞ നടക്കുമല്ലോ, ടേം കഴിയും, പുതിയ ആൾക്കാർ വരും. അപ്പൊ അന്ന് രാജ്യസഭാ ചെയർമാനായിരുന്ന ജഗദീപ് ധൻകർ പറഞ്ഞു, സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ കൊള്ളാം, സത്യപ്രതിജ്ഞാ വാചകം ഭരണഘടനയിലുണ്ട്, ആ വാചകം അല്ലാതെ അതിനു മുമ്പോ അതിന് ശേഷമോ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സത്യപ്രതിജ്ഞ ചെയ്തതായിട്ട് കൂട്ടില്ല, ഞാൻ പുറത്താക്കും. നിങ്ങൾ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും, വേണ്ടാത്ത പ്രയാസ കുഴപ്പത്തിന് പോകരുതെന്ന്. ആരും ഒരക്ഷരം വേണ്ടിയില്ല. രാജ്യസഭയിൽ മര്യാദയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയി. ഞാനിത് കാലം എത്രയായി കാണുന്നു. ലോക്സഭയും അതെ, നമ്മളുടെ കേരള നിയമസഭയും അതെ, രാവിലെ മുതൽ ബഹളമാണ്. ആരെന്ത് പറയുന്നു എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാനും സാറും തമ്മിൽ എത്രയോ ഡിബേറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ തടസ്സപ്പെടുത്തി ജയിക്കാൻ നമ്മൾ നോക്കിയിട്ടില്ല. പോയിന്റ് പറയും, കേട്ടെങ്കിൽ കേട്ടു, കേട്ടില്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ ആകാശം ഇടിഞ്ഞു വീഴാൻ പോണില്ലല്ലോ. അതുപോലെ ഈ സത്യപ്രതിജ്ഞാ സമയത്ത് ഇതങ്ങോട്ട് ജയ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയാം, ജയ് ഫലസ്തീൻ. ഈ സത്യപ്രതിജ്ഞയുടെ സമയത്ത് ഇയാളിത് പറഞ്ഞുകൊണ്ട് ഫലസ്തീനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഹിന്ദു രാഷ്ട്രത്തിനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് സാർ ഈ ബഹളം? ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളെ പോലെ മനുഷ്യരാണ് ഇവർ, മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? അപ്പോ അത്രയ്ക്ക് മര്യാദ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ രാജ്യസഭയിലേക്കോ പാർലമെന്റിലേക്കോ മത്സരിക്കാൻ നിൽക്കൂല. മര്യാദ കുറെ കുറഞ്ഞത് കൊണ്ടാണ് അതിനൊക്കെ മെനക്കെടുന്നത്. കാരണം മനുഷ്യന്മാർക്ക് വേറെ പണിയുണ്ടല്ലോ. ഇവരനുഭവിക്കുന്ന സുഖങ്ങൾ താങ്കൾ എപ്പോഴെങ്കിലും ഇവരുടെ ഏതെങ്കിലും മെമ്പർമാരുടെ കൂടെ ഗസ്റ്റ് ആയിക്കൊണ്ട് രാജ്യസഭ എംപിന്റെ കൂടെയോ പാർലമെന്റ് മെമ്പറുടെ കൂടെയോ താമസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ലാവിഷായിട്ടാണ് അവരുടെ ജീവിതം, എന്തെല്ലാം സുഖ സൗകര്യങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. ഇന്ത്യയിലെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അവർ ആറാടുകയാണ്. അതിൻ്റെതായ ഒരിക്കലും അത് അനുഭവിച്ചാൽ പിന്നെ അത് ഒരിക്കലും അവർക്കത് ഒഴിവാക്കാൻ കഴിയില്ല. പിന്നെ അവരുടെ ഭാര്യനെ അല്ലെങ്കിൽ മക്കളെ മറ്റുള്ള എല്ലാ കുടുംബത്തിലുള്ളവരെയും കയറ്റാനാണ് അവർ ശ്രമിക്കുക. ഇത്രയും വലിയ ആഡംബരത്തോടും ആർഭാടത്തോടും കൂടി ഇതുപോലത്തെ ഒരു ജനാധിപത്യം തീർച്ചയായും വളരെ മഹത്തായതാണ്. ഇന്ത്യ ആ രീതിയിൽ നോക്കുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണമാണ്. പക്ഷേ അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം ഇവിടുത്തെ പൊതുജനങ്ങളോട് അതിനോട് ഒരു നീതിയും പുലർത്താതെ എനിക്ക് എന്തും ആവാം. അതിന് എന്നെ വേദനിപ്പിച്ച ഒരു അനുഭവം കൂടി ഞാൻ കൂടെ പറയാം. ഒരു രാജ്യസഭ എം പിയുടെ കൂടെ ഞാൻ ഒരിക്കൽ പോയി. അങ്ങനെ എന്റെ കൂടെ 2-3 ആൾക്കാരുണ്ട്. അപ്പൊ ക്യാൻറ്റീനിൽ ഓർഡർ ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം. തൊട്ടടുത്ത മേശമേൽ വന്ന ഒരു പാവപ്പെട്ട ഒരു ഹരിജൻ പെൺകുട്ടി, കേരളീയെ. ആ പെൺകുട്ടി അതിന്റെ അച്ഛൻ കൂടി വന്നത് എന്തോ തൊഴിലൊക്കെ അന്വേഷിച്ച് വന്നതാ. അവര് അവിടുന്ന് വെറും ഒരു കഞ്ഞി, ഒരു പപ്പടം. അപ്പൊ ഞങ്ങളിലാണെങ്കിൽ വിഭവ സമൃദ്ധം. അപ്പൊ ഞാൻ വേഗം കുറച്ച് ഭക്ഷണം എടുത്ത് അവർക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ ഇവര് തടഞ്ഞു. കൊടുക്കാൻ പാടില്ല, ഇവിടെ ഒന്നും അങ്ങോട്ടും കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന ഭക്ഷണത്തിൽ കൊടുത്തൂടെ? കൊടുക്കാൻ പാടില്ല, ഇവിടുത്തെ നിയമം അതാ.
ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാനിക്കാൻ തോന്നുമ്പോൾ ഈ സംഗതി ഓർക്കല. ഇതുപോലത്തെ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് എന്തും ആവാം, പക്ഷെ നമ്മൾ തൊട്ടടുത്ത ടേബിളിലുള്ളവർക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്ത് നിന്ന് കഷ്ടം കൊടുക്കാൻ പാടില്ല. ഇങ്ങനത്തെ എന്തൊക്കെയോ ആണ് നടക്കുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ച് റിപ്പോർട്ട്. ഞാൻ ലോക്സഭയോ രാജ്യസഭയോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ കണ്ടുവന്ന ഒരു മനുഷ്യൻ എന്നോട് ഇതേ അഭിപ്രായം പറഞ്ഞു. അതായത് നമ്മളുടെ പഴയ പി പരമേശ്വരൻ, അദ്ദേഹം മരിച്ചുപോയി. നമ്മളെ ഒ രാജഗോപാൽ ആദ്യം രാജ്യസഭയിലേക്ക് പോയല്ലോ. കുറെ നാൾ കഴിഞ്ഞപ്പോ ഇദ്ദേഹം പി പരമേശ്വരനെ അങ്ങോട്ട് ക്ഷണിച്ചു. ഡൽഹിയിൽ വരുമ്പോ ഇവിടം വരെ വന്നിട്ട് പോണം പരമേശ്വർജി എന്നൊക്കെ പറഞ്ഞു. പരമേശ്വർജി പോയപ്പോ പരമേശ്വർജിയെ കൊണ്ട് അവിടെ ലോക്സഭ രാജ്യസഭ ഒക്കെ ചുറ്റി നടന്നൊക്കെ കാണിച്ചു. എന്നിട്ട് ക്യാൻറ്റീനിൽ പോയി. അപ്പോ നെയ്യിൽ മൊരിച്ച ഭൂരിയും മസാലയുമാണ്. അതുകൂടാതെ വേറെ ഒരുപാട് വിഭവങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാനാകെ പൂരി മസാല മാത്രമേ കഴിച്ചോളൂ. വേറെ ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട്. എത്ര കഴിച്ചാലും 2 രൂപയാണ് ചാർജ്. എത്ര കഴിച്ചാലും, എന്തെടുത്ത് കഴിച്ചാലും, എന്തൊക്കെ ചെയ്താലും ബ്രേക്ക്ഫാസ്റ്റിന് ചാർജ് 2 രൂപ. ഇതാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ കാർപ്പറ്റ് ഇതെല്ലാം അസാമാന്യമായ ലക്ഷറി. തിരിച്ച് വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മോഹൻദാസേ, ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരിക്കൽ MP ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും MP ആകാനായിട്ട് ഈ മരണവെപ്രാളം എന്തുകൊണ്ടാണ്. 5 വർഷം 6 വർഷം ഒക്കെ ഈ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വിടാൻ പറ്റില്ല ഒരു സാധാരണ മനുഷ്യന്. ഇപ്പൊ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ കുതന്ത്രങ്ങളും കുതികാലുവെട്ടും എന്ത് ഹീനകൃത്യം ചെയ്ത് എങ്ങനെയെങ്കിലും MP ആകുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇവർ പോകുന്നു. ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അത്ര വലുതാണ് ആഡംബരം. അപ്പൊ ഈ ആഡംബര ജീവിതം ഇവരെ അഹങ്കാരികളും ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരുമാക്കി തീർത്തു. മാത്രമല്ല, അവരെന്ത് ചെയ്താലും കുറ്റമല്ലല്ലോ. സഭയ്ക്കുള്ളിൽ തെറി പറഞ്ഞാലും തല്ലിയാലും തുണി പൊക്കി കാണിച്ചാലും ഒക്കെ അവരുടെ പ്രിവിലേജാണ്. അവർക്ക് അവിടെ എന്തും ചെയ്യാം. അവിടെ നിയമത്തിന് പ്രവേശനമില്ല, നിയമപാലകർക്ക് പ്രവേശനമില്ല, ഒരു ചുക്കുമില്ല. സാറ് ഓർക്കുന്നുണ്ടോ ഈ നമ്മുടെ നരസിംഹറാവുവിന്റെ അഴിമതി കേസ്? ആ അഴിമതി കേസിൽ നരസിംഹറാവു രക്ഷപ്പെടുന്നത് പാർലമെന്റിനുള്ളിൽ വെച്ചാണ് പണം കൈമാറിയത്. പാർലമെന്റിനുള്ളിൽ കോടതികൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അത് അഴിമതിയല്ല. മാത്രമല്ല, ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു സർക്കാരിന്റെ ഭൂരിപക്ഷം നിലനിർത്താനുള്ള യുക്തമായ നടപടികൾ പ്രധാനമന്ത്രിക്ക് എടുക്കാം എന്ന്. യുക്തമായ നടപടി കാശ് കൊടുക്കുകയാണെന്ന് നരസിംഹറാവു തീരുമാനിച്ചു. അതുകൊണ്ട് കാശ് കൊടുത്തു. ഇതൊക്കെ റെക്കോർഡിലുണ്ട്. സാറ് സുപ്രീം കോടതി വിധി എടുത്ത് നോക്കിയാൽ മതി. സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് അവിടെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ നിയമത്തിനപ്പുറത്ത് ഒരു 543 പേര് ലോകസഭയിൽ നിന്നും 300 പേര് രാജ്യസഭയിൽ നിന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പൂണ്ട് വിളയാടുകയാണ് നമ്മുടെ എല്ലാം കാശിന്റെ പുറത്ത്. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം സീരിയസ് ആയ ബിസിനസ് നടക്കണമല്ലോ? ഇല്ല. നേരം വെളുത്ത അപ്പൊ തന്നെ കാണാം ഒരു അടിയന്തര പ്രമേയം, അതിന് അനുമതി നിഷേധിച്ചു, അതിന് വാക്കൗട്ട് കഴിഞ്ഞു. ഈ പരിപാടിക്കാണ് ഇത്രയും കാശ് മുടക്കുന്നത്. അല്ല, വാക്കൗട്ട് താങ്കൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. കൃത്യം അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടീന്റെ ചായക്കുള്ള സമയത്താണ് എപ്പോഴും അവർ ഇറങ്ങിപ്പോക്ക് നടത്തുന്നത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് കേരള അസംബ്ലി, അതേ പാർലമെന്റ്, എല്ലാം അങ്ങനെ തന്നെ. ഒരു ചായ കുടിക്കല്ലേ എന്നാണ് മറ്റവരെ തോണ്ടി അപ്പോഴേക്കും അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. വളരെ നല്ല. നമ്മളെ പോലത്തെ വിഡ്ഢികൾ. ഞങ്ങൾ വയനാട് നിയോജകമണ്ഡലം, ഞാനല്ലോ. വയനാട് ചുരം കാണാത്തവരാണ് എന്റെ വീട്ടിലുള്ള അധികം ആളുകൾ എങ്കിലും. ഞങ്ങൾ ഈ തിരുവമ്പാടി പണ്ട് കുന്നമംഗലായിരുന്നു, കോഴിക്കോടിന്റെ ഹൃദയഭാഗം. ഇപ്പൊ ഞങ്ങളുള്ള ആദിവാസികളാണ്. ഞങ്ങളൊക്കെ പറ്റി പറയുന്നതും ആദിവാസി ഊരിൽ നിന്നൊക്കെ. എന്റെ ഒക്കെ നല്ല കൊട്ടാരം പോലുള്ള വീടാ, പക്ഷെ ആദിവാസി ഊരിൽ പെട്ടുപോയി. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചില കണക്കാക്കലുകളുണ്ടല്ലോ. ഈ കണക്കാക്കലുകളിൽ ഞാൻ ഇപ്പൊ വീണ്ടും ഇവിടെ പ്രിയങ്ക മത്സരിക്കാൻ വരിക. ആദ്യത്തെ ഞങ്ങൾ രാഹുലിനെ വോട്ട് ചെയ്തതിന്റെ അടയാളിന്റെ കൈമൽ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞതിന് മുമ്പ് പ്രിയങ്ക മത്സരിക്കാൻ വരിക. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ഈ നിയോജകമണ്ഡലത്തിന്റെ പ്രത്യേകത കൂടി കൂട്ടത്തിൽ പറയാം ആനുഷംഗികമായിട്ട്. ഇവിടെ ഒരു നല്ല മുസ്ലിം മെജോറിറ്റി ഉണ്ട്, പക്ഷെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കൂല. അതോടൊപ്പം മുസ്ലിം ലീഗ് പിന്തുണ ഇല്ലെങ്കിൽ മറ്റവരും ജയിക്കൂല. അപ്പൊ പ്രിയങ്കരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. പക്ഷേ
ഈ മുസ്ലിം ലീഗ് ഇപ്പൊ ഇന്ത്യയിൽ ജാർഖണ്ഡിൽ മറ്റു ഉത്തർപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസമാണ് 3 മുസ്ലിം വീടുകൾ മുസ്ലിങ്ങളെ കന്നുകാലികളെ കടത്തിയതിന്റെ പേരിൽ കൊന്നു. അതുപോലെ തന്നെ ഒരു 100,000-ഓളം വീടുകൾ ബുൾഡോസർ കൊണ്ട് നശിപ്പിച്ചു. ഞാൻ അതല്ല എന്റെ മെയിൻ വിഷയം. ഇതെല്ലാം ചെയ്തിട്ട് അത് അരുത് എന്ന് പറയാൻ പോലും ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിക്കോ ഇനി ഭാവിയിൽ ജയിക്കാൻ പോകുന്ന പ്രിയങ്കക്കോ അല്ലെങ്കിൽ അവരെ നിർത്തി മത്സരിപ്പിക്കുന്ന മുസ്ലിം ലീഗിനോ യാതൊരു നിർബന്ധമില്ല. അതപ്പോ ഞാൻ ഇത് ആകെ പറയുന്നത് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരങ്ങളുമായോ താല്പര്യങ്ങളുമായോ അവരുടെ ആവശ്യങ്ങളുമായോ ഒരു തരത്തിലും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇവർക്ക് ഇവിടെ വന്നിട്ട് ജയിച്ചു പോകാവുന്ന ഒരവസ്ഥാവിശേഷം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് തന്റെ ഇടം തന്റെ ഇടം ഇല്ലാന്ന് നമുക്ക് പറഞ്ഞോളൂ, ഞങ്ങൾക്കായി പൊട്ടുപോകും. എപ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരിക? ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രഹസനമാണ്. മിസ്റ്റർ ചർച്ചിൽ പറഞ്ഞത് തമ്മാടികളുടെ അവസാനത്തെ അവലംബമാണ് രാഷ്ട്രീയം എന്നാണ്. ഇത് തമ്മാടികളുടെ ആദ്യത്തെ തന്നെ അവസരമാണ് എന്റെ അഭിപ്രായം. സാറതൊന്നും എനിക്ക് തെമ്മാടി എന്നല്ല, വേറൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് പിന്നെ പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അല്ല, അത് പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് പറയാൻ പാടില്ല. അതാണ് ഞാൻ പിന്നെ ഫോണിൽ വിളിച്ച് പറയാം. അല്ല, ശ്രോതാക്കൾ അത് കണ്ടുപിടിച്ച അയ്യോ അത് വെറുതെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഗൂഗിളിൽ ഇത് അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കും ആകാമല്ലോ. നമുക്ക് പരസ്യമായിട്ട് പറയുമ്പോഴാണ് അതൊരു മോശമായിട്ട് തോന്നുന്നത്. ശ്രോതാക്കൾ അത് ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചോളും, അത് കുഴപ്പമില്ല. ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സംതിങ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതത്ര നല്ല വാക്കല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ട്. ഇപ്പൊ ഒരു നാക്കുപിഴ വന്നാലും തന്നെ അതിന് വലിയ ശിക്ഷ കിട്ടുന്ന സമയമാണ് ഇപ്പൊ നമ്മളെ പോലുള്ളവർ. മറ്റുള്ളവർക്ക് എന്തും പറയാം. ഞാൻ ഈ കേരള നിയമസഭയിലുണ്ടല്ലോ, ഈ മുണ്ടൊക്കെ കയറ്റി മടക്കി കുത്തി തോട് നീന്താനൊക്കെ നമ്മൾ മുണ്ട് നെഞ്ചത്ത് മടക്കി കുത്തുമല്ലോ, അങ്ങനെയൊക്കെ കുത്തി നടന്ന മന്ത്രി നമ്മളുടെ ശിവൻകുട്ടിയൊക്കെ അവസാനം ആ കേസ് പിൻവലിക്കാൻ ഇവർ പലതവണ ശ്രമിച്ചു. സുപ്രീം കോടതി വരെ പോയി. കാരണം അവരുടെ കുറ്റമല്ല എന്നാണ് അവരുടെ വാദം. ഞങ്ങളൊരു കുറ്റവും ചെയ്തില്ല. കുറ്റം ചെയ്യുന്നത് എന്നെയും സാറിനെയും പോലെയുള്ള തല്ലിപ്പൊളികളാണ്. രാഷ്ട്രീയക്കാർക്ക് കുറ്റം ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ അവര് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞൊരു കേസ് വന്നു കഴിഞ്ഞാൽ കോടതി ഇത് എടുക്കാൻ പാടില്ല, അത് അവർക്ക് പിൻവലിക്കാനുള്ള അവകാശമുണ്ട്. ഇത് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി അത് നിരാകരിച്ചു. എന്നിട്ട് ആ കേസ് ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും കോടതിയിൽ വന്ന് വിചാരണ നടക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഒരു രീതിയിലും അത് നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഉണ്ടാവില്ല. രാഷ്ട്രീയക്കാരുടെ കേസുകൾ ഇങ്ങനെ അവര് പ്രതികളായ കേസുകളാണെങ്കിൽ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോവുകയുള്ളൂ. വന്നും പോയും ഒരു ബാലകൃഷ്ണ പിള്ളയാണ് ആ കൂടെ എൻ്റെ ഓർമ്മയിൽ ശിക്ഷിക്കപ്പെട്ടത്. അത് തന്നെ 1 വർഷമായിരുന്നു. പകുതി പരോളിലും പകുതി ആശുപത്രിയിലും ഒക്കെ ആയിട്ട് പുള്ളി അത് കടന്നുകൂടി. അതോടെ പിന്നെ മുന്നണി മാറ്റവും സംഗതിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാ പാപവും തീർന്ന് പുണ്യവാളനാകുകയും ചെയ്തു. ഇവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഉണ്ട്. അത് വന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരു ഫോർമാലിറ്റി മാത്രമാണില്ല. ഭരണഘടനാപരമായിട്ട് ഞാൻ ഭരണഘടനയോട് കൂറുപുറത്തിക്കോളാം, എൻ്റെ സത്യസന്ധത അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 2 വാചകമാണ്. അത് പറഞ്ഞിട്ട് പോകാനുള്ള മര്യാദ ഇല്ലാതെ അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കുക, എന്നിട്ട് സ്പീക്കർ അത് എക്സ്പെൻഡ് ചെയ്യുക. വാസ്തവത്തിൽ എനിക്ക് തോന്നി ഈ പ്രോട്ടൈം സ്പീക്കർക്കും സ്പീക്കറുടെ അധികാരങ്ങളുണ്ടല്ലോ, അദ്ദേഹം ഇത് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. ഈ സത്യപ്രതിജ്ഞാ വാചകത്തിന് മുമ്പോ പുറകോ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അംഗീകരിക്കില്ല, നിങ്ങൾ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മേലാൽ ഒരു മനുഷ്യൻ ഒരക്ഷരം കൂടുതലും കുറവും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാലും ചുരുട്ടി മര്യാദയ്ക്ക് ഇത് ചെയ്തേനെ. എനിക്കതിൽ പാലസ്തീൻ കൊണ്ടുവന്നു, അതൊക്കെ വേറെ കാര്യം, അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്, സംഗതി ശരി. ഇതിൽ വേറൊരു പുലിവാല് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോ OIC ഇതുപോലെ മുദ്രാവാക്യമൊക്കെ വിളിച്ചവർക്ക് ലോക്സഭയില് അന്യഥാ സംസാരിക്കാൻ അവസരം കിട്ടുകയില്ല. ഈ 1 MP ഉള്ളൂ, 2 MP ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അര മിനിറ്റ് ഒക്കെയാണ് സംസാരിക്കാൻ സമയം കൊടുക്കുന്നത്. വലിയ പാർട്ടികൾക്ക് കൊടുത്ത് ബാക്കി വരുന്ന 30 സെക്കൻഡ് 60 സെക്കൻഡ് ഒക്കെയാണ് ഇവർക്ക് സംസാരിക്കാൻ. അപ്പൊ അതിൽ ഇവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല. സത്യപ്രതിജ്ഞ ആയി കഴിയുമ്പോൾ വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല, ലൈവ് ടെലികാസ്റ്റ് ആണ്, ലോകം മുഴുവൻ കാണുന്നതാണ്. അപ്പൊ അവിടെ കയറി അങ്ങ് സ്കോർ ചെയ്യുക. പിന്നെ 5 കൊല്ലം ഈ മനുഷ്യന് മിണ്ടാനുള്ള അവസരമേ കിട്ടില്ല. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല.
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി അവരുടെ എന്റെ സമയം ഇന്ന ആൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ബഹളം വയ്ക്കാൻ പറ്റും. അപ്പോഴും ബഹളം വെച്ച് ടി വിയിൽ വരുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ക്രിയാത്മകമായ ഒരു ഡിബേറ്റ്, ഒരു സാധനം ഒരിടത്തും, ലോക്സഭയിലായിക്കോട്ടെ, നിയമസഭകളിൽ, നമ്മുടെ നിയമസഭ മാത്രമല്ല, ഏകദേശം എല്ലാ നിയമസഭയും ഈ ഉന്തിത്തള്ളും കച്ചറയടിപിടിയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ അതിനനുസൃതമായ ചട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ ചുമതലയുള്ള ആൾക്കാരാണ് ഇവര്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ജോലി എന്താ? വല്ല മരിപ്പിനും കല്യാണത്തിനും ഒക്കെ പോവുക, ഇതാണ് പരിപാടി. വേറെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ചെയ്യാനും അവർക്കൊന്നുമില്ല. ഇപ്പൊ നിയമസഭയിലെ ബഹളവും പുറത്തെ കല്യാണ സദ്യ അല്ലെങ്കിൽ 16 അടിയന്തരത്തിന്റെ സദ്യ, ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ് ജനപ്രതിനിധികൾ. വല്ലാത്ത കഷ്ടമാണ്. സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ജനാധിപത്യം എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. താങ്കൾ പറഞ്ഞല്ലേ, ഇതായത് പണ്ട് ഇതായിരുന്നില്ല അവസ്ഥ. ഞാനെല്ലാം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നമ്മുടെ ഈ മധുലിമായ, അശോക് മേത്ത മുതലായ പ്രഗത്ഭരായ ആൾക്കാർ പാർലമെന്റിൽ ചെയ്യുന്ന പ്രസംഗങ്ങൾ, അത് നമുക്ക് ഒരു പുസ്തകമാക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര വളരെ സമഗ്രമായിട്ടും വളരെ നന്നായിട്ട് ഗൃഹപാഠം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഇതല്ല. അവിടെ വന്നിട്ട് വായിലെന്താ വരുന്നതെന്ന് അങ്ങ് വിളിച്ചു പറയാം. ഒരു നല്ല സെന്റൻസ് പോലും അതിനകത്ത് നമുക്ക് ഓർമ്മിക്കാൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ജോസഫ് ചായ്ക്കാടിനൊക്കെ മാതിരി തമാശകൾ പറയും. കെ മാണിയുടെ മകൾ എന്തുകൊണ്ട് പത്രം വായിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറഞ്ഞൊരു മറുപടി, വിദ്യാർത്ഥി ആയിരുന്ന കാലത്ത് ഞാൻ വായിക്കാറുണ്ടായിരുന്നു, ജോസഫ് ചായ്ക്കാടൻ ചേട്ടനുള്ള ഞാൻ വായിക്കാനാണ്, ഇപ്പം അസംബ്ലിയിലില്ല, ഒരു രസമില്ല വായിക്കാൻ, പത്രം വായിക്കാൻ ഒന്നും തോന്നുന്നില്ല. ഒന്നുകിൽ ഒരു ഫലിതം, ഒരു നിലവാരമുള്ള ഫലിതം. അതിലപ്പോ CH മുഹമ്മദ് കോയ അദ്ദേഹം നല്ല തമാശ പറഞ്ഞിരുന്നു. PC ത്യാജി പോലും നാടൻ ആണെങ്കിൽ പോലും ഒരു തമാശ ഉണ്ടായിരുന്നു. തമാശയുമില്ല, ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു നമുക്ക് ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന യാതൊന്നുമില്ല. വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി ആൻഡ് എനർജി ആൻഡ് എവരിത്തിങ്. അതിനെ പറ്റി പറയാനുള്ളത്. ഞാന് ഈ ലോക്സഭാ ഡിബേറ്റുകൾ ഇടയ്ക്ക് ഓരോ ആവശ്യത്തിന് എടുത്ത് വായിക്കുന്ന ആളാണ്. അവരുടെ വെബ്സൈറ്റിലുണ്ട് അത്. എൻ്റെ ഓർമ്മയിൽ 2010 മറ്റോ ഒരു ബില്ലിന്റെ ചർച്ചയിൽ അതില് NK പ്രേമചന്ദ്രൻ, പിന്നെ കോട്ടയം MP ആയിരുന്ന സുരേഷ് കുറുപ്പ്, ഈ 2 പേര് നടത്തിയ പ്രസംഗങ്ങൾ സാമാന്യം നല്ല പ്രസംഗങ്ങളായിട്ട്, നല്ല പോയിന്റ്സ് ആയിട്ട്, നല്ല ഭാഷയിൽ റെക്കോർഡിൽ കിടപ്പുണ്ട്. മറ്റ് MP മാരുടെ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ദിവസവും ഞാൻ എടുത്ത് നോക്കാറില്ല കേട്ടോ. ഒരു പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ചത് ഇല്ല എന്ന് പറയാൻ പാടില്ല. എന്നാലും ജനറലി ഞാൻ നോക്കിയപ്പോ ഈ പ്രേമേന്ദ്രന്റെയും സുരേഷ് കുറുപ്പിന്റെയും പ്രസംഗങ്ങളാണ് കാണുന്നത്. ബാക്കിയുള്ളവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ കാണുന്നില്ല. അത് ചെയ്യണമെന്ന് ആൾക്കാർക്ക് ജോൺ ബ്രിട്ടാസിനെ താങ്കൾ നോക്കിയോ? ജോൺ ബ്രിട്ടാസിനെ താങ്കൾ ശ്രദ്ധിച്ചോ? ജോൺ ബ്രിട്ടാസ് ചെയ്ത പ്രസംഗം ജോൺ ബ്രിട്ടാസിന്റെ ഞാൻ കണ്ടു സാർ, വായിച്ചു. അതിനകത്ത് എന്താന്ന് വെച്ചാൽ, അല്ല, അതിന്റെ കുഴപ്പം ഈ പ്രൊപ്പഗാൻഡ പ്രസംഗമാണ്, കണ്ടന്റ് അല്ല. ജോൺ ബ്രിട്ടാസ് ഒരു പ്രേമേന്ദ്രനാണെങ്കിലും സുരേഷ് കുറുപ്പാണെങ്കിലും ഒരു ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് അതിന്റെ പോയിന്റ്സ് പറയാണ് അവർ ചെയ്യുന്നത്. ഈ ബില്ലിന്റെ ഗുണവും ദോഷവും അവര് വിലയിരുത്തുന്നു. അതിനകത്ത് ഷാൽ എന്നുള്ള വാക്ക് വേണോ, മേ എന്നുള്ള വാക്ക് വേണോ എന്ന് ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുന്ന വേളയിലുള്ള ചർച്ച. ബ്രിട്ടാസ് പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ആണ് നടത്തുന്നത്, ഒരു പൊളിറ്റിക്കൽ സ്പീച്ച്, പ്രൊപ്പഗാൻഡ സ്പീച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രൊപ്പഗാൻഡയാണ്. അതിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാനില്ല. അപ്പൊ ഇൻഫർമേറ്റീവായിട്ട് സംസാരിക്കണമല്ല. ഞാനതുകൊണ്ട് ആ പഴയ ഒരു കാര്യം ഓർക്കുന്നത് എപ്പോഴും, ഈ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് നമ്മളുടെ പഴയ നോട്ടുണ്ടല്ലോ, പഴയ 50 രൂപ 100 രൂപ നോട്ട്, അതില് അച്ചടിച്ചിരുന്നത് ഓൺ ഡിമാൻഡ് ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ് ₹100 എന്നാണ്. ഇത് ലോക്സഭയിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനായ പ്രതിപക്ഷക്കാരനായ HV കാമത്താണ് ആദ്യം ഉന്നയിക്കുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഓൺ ഡിമാൻഡ് ഐ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എപ്പോ ഒരു പൗരൻ ചോദിച്ചാലും നിങ്ങൾ അതിന് തുല്യമായ സ്വർണം കൊടുക്കേണ്ടി വരും. ഒരു 2 ലക്ഷം പേരെ സംഘടിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ മുറ്റത്ത് വന്ന് കച്ചറ ഉണ്ടാക്കിയിട്ട്
ഈ കറൻസിയിൽ എനിക്ക് വിശ്വാസമില്ല, ഇതിന് തുല്യമായ സ്വർണം വെക്കട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ ലീഗലി ബാധ്യസ്ഥരാണ്. കാരണം ഓൺ ഡിമാൻഡ് ചോദിക്കുമ്പോൾ കൊടുക്കാമെന്ന്. നെഹ്റു പറഞ്ഞു യെസ് യു ഹാവ് എ പോയിന്റ് മിസ്റ്റർ കാമത്ത്. എന്നിട്ട് അതിന് ശേഷമുള്ള നോട്ടിൽ, ഇപ്പോഴുള്ള നോട്ടിൽ സാർ നോക്കിയോ, ഓൺ ഡിമാൻഡ് ഇല്ല. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ് ₹100. എനിക്ക് സൗകര്യമുള്ളപ്പോൾ തരാം. അപ്പൊ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തരാൻ പറ്റില്ല, ഉണ്ടാകുമ്പോൾ തരും എന്നൊക്കെ മറുപടി കൊടുക്കാം. ഈ ലീഗൽ പോയിന്റ് പ്രതിപക്ഷത്തു നിന്നാണ് റേസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രതിപക്ഷമാണെങ്കിലോ ഒരു 20,000 പേരെയും കൊണ്ട് RBIയുടെ മുമ്പിൽ പോയിട്ട് കച്ചറ ഉണ്ടാക്കും. എന്നുവെച്ചാൽ ഭരണകക്ഷിയെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ രാഷ്ട്രത്തിന് നന്മയുണ്ടാവുന്ന ഒരു കാര്യം അത് കറക്റ്റ് ചെയ്ത് വാങ്ങാവുന്നതേ ഉള്ളൂ. അയാൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ഈ ഒരു ചിന്ത പോലും ഇല്ല. ഈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രതിപക്ഷം ആദ്യം ചെയ്യുന്നത്, എടാ ഇത് നല്ലൊരു പോയിന്റാണ്, ഒരു 10-20,000 പേരെ വിളിച്ചു കൂട്ട്, റിസർവ് ബാങ്കിന്റെ മുമ്പിലേക്ക് നമുക്ക് മാർച്ച് ചെയ്യാന്ന് പറയും. ആലമ്പ്, വഴക്ക്, മറ്റേ ഇപ്പോഴത്തെ സാധനം ജലപീരങ്കി. ജലപീരങ്കി വലിയൊരു ഇതാണ്. നമ്മൾക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് ലോകത്തിന് നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവന എന്താണെന്ന്, രാവിലെ യുവാക്കള് നേരിട്ട് ബാത്റൂമിലേക്ക് പോകുന്നതിന് പകരം സോപ്പും ഇതും കൈപിടിച്ച് സമരത്തിനിറങ്ങാം. എന്നാൽ ഇപ്പൊ വെള്ളം ഇഷ്ടം പോലെ അവരെ മേലേക്ക് അടിച്ചു കിട്ടും, ഒന്ന് വേഗം സോപ്പ് അങ്ങ് തേച്ചാൽ മതി. അടുത്ത കാലത്തായിട്ട് താങ്കളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, വേറെ എന്താ ഇവിടെ നടക്കുന്നത്? ഈ ആൾക്കാർക്ക് വേറെ എന്താ ജോലി? ഞാൻ സ്ഥലം പറയില്ല, നടന്ന സംഭവം ഞാൻ പറയാം. ഒരു ജില്ലാ കളക്ടറേറ്റിലേക്ക് യുവജന സംഘടനയുടെ മാർച്ച്. അപ്പോ ശരി, മാർച്ച്. അപ്പൊ പോലീസുകാർ SP ജില്ലാ കളക്ടറെ വിളിച്ചു, സാർ കളക്ടറേറ്റിലേക്ക് മാർച്ചുണ്ട്. കളക്ടർ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, അവര് മാർച്ച് ചെയ്തോട്ടെ. അല്ല വെറുതെ അങ്ങനെ വിട്ടാലോ? വെറുതെ വിട്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങളാരും അവിടെ വരണ്ട. ഇവര് മാർച്ച് ചെയ്ത് കളക്ടറേറ്റിന്റെ വാതിക്കലെത്തിയപ്പോ ബാരിക്കേഡും ഇല്ല, ജലപീരങ്കിയും ഇല്ല, പോലീസും ഇല്ല, ഒന്നുമില്ല. മാർച്ച് ഗേറ്റിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് മാർച്ചുകാരനും അറിഞ്ഞുകൂടാ. അപ്പൊ മാർച്ചുകാരെ അവിടെ നിന്ന് കുറെ നേരം മുദ്രാവാക്യമൊക്കെ മുഴക്കി അവസാനം അവിടുത്തെ സർക്കിളിനെ വിളിച്ചു, സാറേ ഞങ്ങൾ ഇവിടെ മാർച്ചുമായിട്ട് എത്തിക്കോ? അല്ലെ തടയുന്നില്ലേ? ഇല്ല, ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് തടയണ്ടെന്നാണ്. അല്ലെ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അപ്പൊ കുറച്ചു പേര് പറഞ്ഞു നമുക്ക് അകത്ത് കയറാം. എടാ അകത്ത് കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. കളക്ടറേറ്റ് ജീവനക്കാരെല്ലാം കൂടെ ഇവരെ വളഞ്ഞിട്ട് തല്ലും. ഇവരാകെ 10-20 പേരേ ഉള്ളൂ. അതുകൊണ്ട് അകത്തേക്ക് കയറാനും വയ്യ, പിരിഞ്ഞു പോകാനും വയ്യ. അവസാനം SP-യുടെ കാല് പിടിച്ചിട്ട് SP സർക്കിളിനെ വിളിച്ച് പറഞ്ഞു, എടോ ഒരു ബാരിക്കേഡും ആ ജലപീരങ്കി ഇച്ചിരി വെള്ളം കൊണ്ടുപോയി ചീറ്റ്. സാറേ അതിനകത്ത് വെള്ളമില്ല, എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം സംഘടിപ്പിച്ച് ചീറ്റി അവരെ ഒന്ന് സമാധാനിപ്പിച്ച് വിട്. അങ്ങനെ ഒരു ബാരിക്കേഡ് വരുന്നു, ആ ബാരിക്കേഡ് കുലുക്കുന്നതിന് മുമ്പേ ജലപീരങ്കിയിൽ നിന്ന് ഇച്ചിരി വെള്ളം ചീറ്റുന്നു, സമരം ജയിച്ചു, തിരിച്ചു പോകുന്നു. ഇത്ര വലിയ പ്രഹസനമാണ് കേരളത്തിൽ നടക്കുന്നത് ഈ ജലപീരങ്കിയെ ചൊല്ലി. സാറ് പറഞ്ഞ ശരിയാ, പിള്ളേർക്ക് അവരുടെ കുളി അങ്ങ് നടക്കും. അന്യഥാ കുളിക്കാത്ത പിള്ളേരെ ഇതിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി നല്ല വൃത്തിയായിട്ട് നല്ല പ്രഷറിലാണല്ലേ ചീറ്റുന്നത്. കാണേണ്ടതിന് എന്തിനാണ് ഈ വഴിപാടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഒരിക്കലും സംഭവിക്കാനും. ഒരിക്കലും ഒരു സിറിയൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഇവിടെ വന്നു. അപ്പൊ ഞാൻ അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളായതുകൊണ്ട് എന്നെ കൂടെ കൂട്ടി. അങ്ങനെ ഞാൻ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്തൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇവര് നമ്മുടെ നാട്ടിലെ പതിവനുസരിച്ച് മടക്കി കുത്തിയവരാ അധികം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് കേരളം വളരെ ഇഷ്ടമായി, പക്ഷേ വസ്ത്രധാരണം പോരാ, എന്താ നഗ്നത വല്ലാതെ കാണുന്നു. ഞാൻ പറഞ്ഞു എന്ത് നഗ്നതയാണ്, ഇവിടുന്ന് ട്രൗസർ ഇതുവരെ കാണുന്നില്ലല്ലോ. അവരൊക്കെ എന്റെ കർഷകരാ. അപ്പൊ അവര് ഈ റോഡുമിൽ ഇപ്പൊ കൃഷി ചെയ്യണോ വെച്ച്. ഇവിടെ ഇപ്പൊ കൃഷി ചെയ്യുന്നില്ലെങ്കിലും ചാടി കിടക്കാനും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് വലിയ വിഷമായിരിക്കും. അതല്ല, നിങ്ങൾ ഇന്ത്യക്കാർ കുറച്ചും കൂടി വസ്ത്രധാരണത്തെ ശ്രദ്ധിക്കണം. നിങ്ങൾ തായ്ലൻഡ് അല്ലെങ്കിൽ ചൈന അങ്ങോട്ടൊക്കെ ഒന്ന് നോക്ക്, അവരൊക്കെ നല്ല പാൻസ് ആണ് ധരിക്കുന്നത് ഏത് അവസരത്തിലും എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. പിന്നെ വേറൊന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ കുളിക്കണമെങ്കിൽ ആൾ ഇതൊക്കെ മനസ്സിലാക്കിയത്, കുളിക്കാൻ നിങ്ങൾക്ക് സോപ്പ് കൈ പിടിച്ചാൽ മതിയല്ലോ. എന്താ ജലപീരങ്കി ഏത് അവസരത്തിൽ നിങ്ങൾ പേടിയെത്തല്ലോ. ഞാൻ ചോദിച്ചു നിങ്ങളത് ഇത്രത്തോളം, അത് ഞങ്ങൾക്കൊക്കെ അറിയാം. കേരളത്തിലെ ഈ യുവാക്കൾക്ക് വേറെ പണിയൊന്നുമില്ല, ഒന്നുകിൽ ഗൾഫ് പോവുക, അവിടുന്ന് കുറച്ച് കാശുണ്ടാക്കി വരിക,
അല്ലെങ്കിൽ ഇവിടെ സമരം നടത്തുക, സോപ്പും കൈ പിടിച്ചിട്ട് വെള്ളത്തിന് മുമ്പ് പോയി കുളിക്കുക. ആളുകളെ മുമ്പിൽ നമ്മൾ എത്ര പരിഹാസ്യരാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ കഥ പറഞ്ഞത്. അതൊരു പ്രൊഫസറാണ്, എന്നാലും സാർ, അപ്പോ വാസ്തവത്തിലുണ്ടല്ലോ, ജനങ്ങൾ അർഹിക്കുന്ന ഒരു ജനാധിപത്യമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയാമോ? കാരണം ഈ ഊളത്തരമൊക്കെ കാണിക്കുന്നതിന്റെ അടുക്കുന്നാണ് MLA MP ഒക്കെ ആയി പോകുന്നത്. അപ്പൊ പിന്നെ അവിടെയും ഇതൊക്കെ കാണിക്കും. അങ്ങനെ തന്നെയാണ്. പക്ഷെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ വളരെ നല്ലവരാണ്. അതെനിക്ക് ഞാൻ ഗൾഫിൽ ഒരു 10-40 നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട് കുറെ കാലം. ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന്, അപ്പർ വോൾട്ട, നൈജീരിയ, നൈജർ മുതലായ വളരെ അവരുടെ ഭാഷ പറയുകയാണെങ്കിൽ ബുഹൂഷ്, അത് വന്യമൃഗങ്ങളെ പോലുള്ള പെരുമാറ്റമൊക്കെ ഉള്ള പക്ഷെ അവർക്കൊക്കെ ഇന്ത്യനോട് വളരെ ഇഷ്ടവും ബഹുമാനവും സ്നേഹവും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇന്ത്യനോടുള്ള താല്പര്യം? ജനങ്ങൾ വളരെ വിനയമുള്ളവരാണ്, വളരെ നല്ലവരാണ്. ഇതിന്റെ യഥാർത്ഥത്തിൽ ഒരു വസ്തുതയാണ്. ഇന്ത്യക്കാരായ ആൾക്കാർ ഞാൻ ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട്. അലക്സാണ്ടർ അന്ന് ഇവിടെ വന്നപ്പോ യുദ്ധത്തിനൊന്നും തയ്യാറാവാതെ അന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ധീരനായ വിനീതൻ, വിശ്വത്തിന് എന്താ പേര്, യുദ്ധത്തിന് തയ്യാറാവാതെ വഴങ്ങിക്കൊടുത്തു. ഇന്ത്യൻ മനുഷ്യന്മാരുടെ ഇതിൽ ജനറ്റിക് ആയിട്ട് ഒരു വിനയമുണ്ട്. ആ വിനയത്തിന്റെ ഒന്നാണ് ഇപ്പൊ അവരുടെ മറ്റെല്ലാ കാര്യങ്ങളിലും. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്താണെങ്കിൽ എന്നോ ഇവിടെ വിപ്ലവം നടന്നു പോകും. പല രാജ്യങ്ങൾ, ഇപ്പൊ അർജന്റീനയിൽ അന്ന് നടന്ന വിപ്ലവം, ജനങ്ങൾക്ക് സാധനങ്ങൾക്ക് അല്പം വില കൂടിയപ്പോഴേക്ക് ജനങ്ങൾ തെരുവിലിറങ്ങി തല്ലി ഉടച്ച് മുഴുവൻ നശിപ്പിച്ച് പെട്ടെന്ന് ഭരണം മാറേണ്ടി വന്നു. ഇവിടെ ഇപ്പൊ തക്കാളിന്റെ വില 100-ൽ നിന്ന് 1000-ലേക്ക് ഉയർന്നാലും ഇവിടെ അത്തരത്തിലൊന്നും ഉണ്ടാവില്ല. ജനങ്ങൾ വളരെ ശാന്ത പ്രകൃതരാണ്. അത് ബുദ്ധൻ ഇവിടെ ഗാന്ധിജി ജനിച്ചു പോയത് കൊണ്ട് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷത്തിലെ സിട്ടികളാണോ അവർ രണ്ടാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇന്ത്യൻ ജനതയ്ക്ക് ശാന്തത വളരെ കൂടുതലാണ്, സംശയമില്ല. ഈ 2010 ചൈന നമുക്കെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയതാണ്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്ര പ്രചരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇമെയിൽ വഴി ഇന്ത്യ ഇങ്ങനെ ഒരു വിചിത്ര ജീവിയാണെന്നും ഈ സർക്കാരിനെ മറിച്ചിടാൻ ഇവർക്ക് പ്രാപ്തിയില്ലെന്നും, ഇത്ര വലിയ വിലക്കയറ്റം ചൈനയിലായിരുന്നെങ്കിൽ ഞങ്ങളെ സർക്കാരിനെ മറിച്ചിടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വ്യാപകമായിട്ട് ചൈന പ്രചരിപ്പിച്ച് ഞാൻ ഓർക്കുന്നു. 2010 മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ്. മൻമോഹൻ സിംഗ് അതിനോട് പ്രതികരിക്കാനൊന്നും പോയില്ല. ഇവിടെ ഈ പറഞ്ഞ മാതിരി സാറ് ഈ പറഞ്ഞ വിപ്ലവം ഒന്നും നടന്നില്ല. കുറെ വില കൂടി, പിന്നെ അതും കുറഞ്ഞു, അങ്ങനെ അങ്ങ് പോയി. അല്ല, ഇവിടുത്തെ വിപ്ലവ പാർട്ടിനെ തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ എന്താ? ഇപ്പൊ നമ്മൾ അവരോടുള്ള രാഷ്ട്രീയ വിരോധമോ അവരോടുള്ള അനുകൂലാവസ്ഥയോ പറയല്ല. CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഈ സംഘടനക്ക് ഒരു വളർച്ച ഇവിടെ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? നക്സലിസം ഇവിടെ യഥാർത്ഥത്തില് ഭരണകൂടത്തിന് പേടിച്ചില്ലാതായതല്ല, അത്രത്തോളം വേദന സഹിക്കാനോ ത്യാഗം സഹിക്കാനോ അതുപോലത്തെ ഒന്നും ഇവിടുത്തെ ജനത ഇഷ്ടപ്പെടുന്നില്ല. നിലവിലുള്ള അവസ്ഥ അത് എത്രമാത്രം മോശമായാലും അതിനോട് രാജിയായിക്കൊണ്ട് പരമാവധി ഒത്തുപോകുന്നതായ ഒരു പ്രകൃതം. ഇപ്പൊ ഗൾഫ് നാടുകളിൽ ഞാൻ ഇന്ത്യൻ അംബാസഡറെ ഇന്റർപ്രറ്റർ ആയിരുന്നു. അപ്പൊ പലപ്പോഴും അംബാസഡർ കൂടെ പല ഉത്തരവാദപ്പെട്ട മന്ത്രിമാരും മറ്റും കാണാൻ വേണ്ടി പോകും. ഇപ്പൊ എപ്പോ പോയാലും ഇവർ ആദ്യം ചോദിക്കല് അംബാസഡർക്ക് ഒരു ആയനം വേണം. ഇന്ത്യയും ഈ ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തീരുമാനിക്കാനുള്ള ചർച്ചയ്ക്ക് പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്നോട് അംബാസഡർ ഗിഫ്റ്റ് എന്ന് പറയും. ഇവർക്കൊക്കെ എന്തിനു സൊക്കടാ, ഞാൻ ഇന്ത്യൻ അംബാസഡറാ, എന്നോട് ആയനെ ചോദിക്കാണ്. എന്നോട് ആലോചിച്ച് നോക്ക്. അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ വളരെ പാവങ്ങളാണെന്നും ഒരു പ്രതികരണം ഉണ്ടാവില്ല. നിങ്ങൾമാതിരി എല്ലാ ജോലിയും. ഞാൻ വല്ലാതെ മാനസികമായി വിഷമിച്ച സമയം ഒരു ലീഗർ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു അന്ന് ഗൾഫിൽ. ആ കളി കാണാൻ വേണ്ടി പോയപ്പോൾ ഇന്ത്യക്കാര് ആയ ആൾക്കാര് ഒരു പ്രത്യേക യൂണിഫോമിൽ, മുനിസിപ്പാലിറ്റിയുടെ യൂണിഫോം, അവിടെ എലിനെ പിടിക്കുന്ന ജോലി അവർക്കാണ്. അപ്പൊ ഇതിന്റെ കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ എവിടെയെങ്കിലും ഒരു എലി ഉണ്ടോ നോക്കുക. എന്നാൽ ആ ഒരു എലിനെ പിടിച്ചാൽ ഇത്ര റിയാൽ എന്നുള്ള ഇതുണ്ട്. തലേ ദിവസം കൂടെ താമസിക്കുന്നവരെ മേശപ്പുറത്തൊക്കെ ഒന്നും അധികം എലികൾ, ആ ദിവസം പിടിച്ച എക്സ്ട്രാ എലികളാണ് സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അത് കൊണ്ടുകൊടുക്കുക. അപ്പൊ ഞങ്ങളെ പോലത്തെ ആൾക്കാർ അവിടെ അവരുടെ ഭാഷയൊക്കെ പഠിച്ച് വലിയ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ വിരസി നടക്കുമ്പോൾ ഞങ്ങൾ കൂടെ ഈ കാണുന്ന ഇന്ത്യക്കാരനെ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബ്രദേഴ്സും മറ്റുള്ളവരൊക്കെ ഈ എലിനെയും പിടിച്ച് മുനിസിപ്പൽ പണിയെടുത്ത് ഇങ്ങനെ അടിച്ചു വാരി നടക്കുമ്പോൾ എന്തുമാത്രം സങ്കട. അന്നാണ് ഇതുണ്ടല്ലോ നമ്മള് ആറ്റം ബോംബ് പരീക്ഷണം, പുറക്കാനാണ് ആ പരീക്ഷണം നടന്നത്.
പൊക്രാൻ. അത് നടന്നപ്പോ എന്റെ കൈ പിടിച്ചിട്ട് ഒരു നൈജീരിയക്കാരൻ, ഇന്ത്യ അന്ത തഴുബാൻ അതായത് കുമ്പുല, എടോ ഇന്ത്യക്കാരാ ഈ തല്ലിപ്പൊളി, എന്നിട്ട് ഈ ബോംബ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കേ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പാപം, ഒന്നിനും പോരാത്ത ഒരു മിസ്കിൻ രാജ്യം, അതോടൊപ്പം ബോംബ് ഉണ്ടാക്കി ചെയ്യും. ആ ബോംബ് നമുക്കൊരു അനുകൂലമായ ഒരു അവസ്ഥ ഇത് ഉണ്ടാക്കി തന്നില്ല. നമുക്ക് പ്രൗഡാണ് അതിന്റെ പേരിൽ നിന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥ. അത്രത്തോളാണ് ലോകരാജ്യത്തുള്ളവര് നമ്മൾ വളരെ തോയന്മാരായിട്ട് കാണുന്നത്, വളരെ തോയന്മാരായിട്ട്. അവസ്ഥ പെട്ടെന്ന് മാറ്റാൻ കഴിയും തോന്നുന്നില്ല. ഇപ്പൊ കുറേശ്ശെ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യക്കാർ പോഴന്മാരാണ് പൊങ്ങന്മാരാണെന്നുള്ള ഇതൊക്കെ മാറി കുറച്ചൊരു തലയെടുപ്പോടെ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന്. ഞാൻ ഫോറിനിലെങ്ങും പോയിട്ടില്ല. ഞാൻ ഈ ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല ഇന്ന് വരെ. ഇത്രയും വർഷമായിട്ട് പോയിട്ടില്ല, പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. എന്തുവായിക്കോട്ടെ, ഞാൻ പോയിട്ടില്ല. പക്ഷെ പോയി പോകുന്നെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്യാം. എനിക്ക് അങ്ങനെ അതിലൊരു വലിയ താല്പര്യമൊന്നും ഇല്ല സാർ, അതുകൊണ്ടാണ്. അപ്പോ പക്ഷെ പോയി വന്ന പലരും എന്നോട് പറഞ്ഞത് ഇപ്പൊ പഴയ പോലെയല്ല, ഇന്ത്യ പഴയതിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്നു പലവിധ കാര്യങ്ങളിൽ. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ഇന്ത്യ ഒരു രാജ്യമാണ് എന്ന് പോലും അറിഞ്ഞുകൂടാത്തവരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇപ്പോ ഇന്ത്യ ഒരു രാജ്യമാണെന്നും ഒരു സംഭവമാണെന്നും അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും അവിടുത്തെ ആളുകൾ അത്ര മോശക്കാരല്ലെന്നും ഒക്കെ പതുക്കെ തോന്നിത്തുടങ്ങി. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന നേതാക്കളെ കിട്ടും എന്നൊരു ചൊല്ല് പറയാറുണ്ടല്ലോ. അതാണോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. ഈ ജനപ്രതിനിധികളുടെ ഈ അലമ്പ് എന്ന് പറയുന്നത് ജനങ്ങളിലെ അലമ്പിന്റെ ഒരു പ്രതിഫലനമായിട്ടല്ലേ കാണേണ്ടത്? ജനങ്ങളും തീർച്ചയായും അങ്ങനെ. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ് വെച്ചതുണ്ടല്ലോ, ഇന്ത്യക്കാര് ഒരു മതിപ്പ് വരുന്നുണ്ട് എന്നുള്ളത്. അതിനോട് ചേർത്തിട്ട് ഒരു വാചകം മാത്രം ഞാൻ പറയാം. അതായത് റിപ്പബ്ലിക് ഡേ പരേഡ് എന്നൊക്കെ പറയുന്ന സംഗതികള് അതൊരു വേസ്റ്റ് ഓഫ് ഇതാണെന്ന് നമുക്ക് തോന്നാറുണ്ടെങ്കിൽ പോലും അത് വലിയ മതിപ്പ് വിദേശങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അത്തരം ദിവസങ്ങൾ അവര് ഇന്ത്യയാണോ ഇത്, ഇത്ര വലിയൊരു കഴിവുള്ള രാജ്യമാണോ ഇത്, അങ്ങനത്തെ അവിടുത്തെ അവനെ കൊണ്ടുപോകണം നമ്മൾ ഈ നിലത്തുറപ്പിക്കുന്നു, ഒട്ടകത്തെ കറപ്പിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അറബികളിൽ ഉണ്ടാക്കാൻ വല്ലാതെ. അതിന് മുമ്പത്തെ ഒരു കഥ എന്താന്ന് പറഞ്ഞാല്, സാക്കിർ ഹുസൈൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കുവൈത്ത്, UAE മുതലായ രാജ്യങ്ങൾ അത് വല്ലാതെ ആഘോഷിച്ചു. അപ്പൊ ആരാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് ചോദിച്ചോ, റയീസ് തബ്ബാഖീൻ, ഒരു പെണ്ണ് വേറെ പെണ്ണിനോട് പറയാ, അരിവെപ്പുകാരുടെ നേതാവ് പ്രസിഡന്റ് റയീസ് തബ്ബാഖ് തന്നെ കിച്ചൺ പണി എടുക്കുന്നവരാ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ അറിയിക്കുന്ന ആൾക്കാര് തന്നെ അതിനെപ്പറ്റി പോസിറ്റീവായിട്ടല്ല പറയാൻ കഴിയും. അറിയിക്കുന്നവരെ തന്നെ നമുക്ക് കിട്ടുന്നത്. കാരണം ബുദ്ധിജീവികൾ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ളതാണ് നമ്മുടെ രാജ്യം. ഒരുപക്ഷെ അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി, അതാണ് നമ്മുടെ ദൗർബല്യവും എന്ന് പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാമോ? തീർച്ചയായും. അതോടൊപ്പം താങ്കളോട് പറയാനുള്ളത്, ജനസംഖ്യാ നിയന്ത്രണത്തിൽ അവര് കുറെ കുട്ടികൾ ഉണ്ടാക്കുന്നവരും മറ്റില്ലാത്തവരും എന്നൊക്കെ പറഞ്ഞ് ആ ശൈലി മാറ്റിയിട്ട് ജനസംഖ്യയാണ് നമ്മുടെ ശക്തി. നമുക്ക് ഓവർ പ്രൊഡ്യൂസ് വേണം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഇന്ത്യക്ക് ഏത് രാജ്യത്തോടും പിടിച്ചു നിൽക്കാൻ ശക്തി നൽകുന്ന ഇവിടുത്തെ വലിയ ജനസംഖ്യയാണ്. ആ ജനസംഖ്യ വലിയൊരു സമ്പത്തായിട്ട് നമ്മൾ കാണണം. അതിന് അക്കാര്യത്തിൽ താങ്കളുടെ പിന്തുണ ആ ആശയത്തിനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഞാനൊന്ന് ആലോചിച്ച് പറയാം സാർ. ശരി, നമസ്കാരം. താങ്ക്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.